നമസ്കാരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തല്ലിത്തകർത്ത സംഭവത്തിൽ അപ്രതീക്ഷിത നീക്കമാണ് പോലീസ് നടത്തിയത്. അൻവറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന തരത്തിലുള്ള സൂചനകളൊന്നും പോലീസ് നൽകിയിരുന്നില്ല. MLA ആയതിനാൽ അൻവറിനെ സ്പീക്കറുടെ അനുമതിയില്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചുവെന്ന് അൻവറിനെതിരായി FIR-ൽ പരാമർശമുണ്ട്. കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിനിടയിലായിരുന്നു PV അൻവറിന്റെ സംഘടനയായ DMK-യുടെ നേതാക്കൾ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറിയത്. പിന്നാലെ പ്രതിഷേധക്കാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു. വൻ പോലീസ് സന്നാഹം അൻവറിന്റെ വീടിന് അകത്തും പുറത്തും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. നിരവധി DMK പ്രവർത്തകരും വീടിന് സമീപത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലാണ് PV അൻവറിന്റെ വീടിന് പുറത്ത് പോലീസ് സന്നാഹം എത്തിയിരിക്കുന്നത്. വീടിനകത്തേക്ക് ആളുകളെ കയറ്റുന്നില്ല. ഓഫീസ് തല്ലിത്തകർത്ത സംഭവത്തിൽ അൻവർ അടക്കം 11 പേർക്കെതിരെയാണ് കേസെടുത്തത്. DYSP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നതെന്നും വിവരമുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ നടത്തിയ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. നിലമ്പൂർ MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. രോഷാകുലരായ പ്രതിഷേധക്കാർ നിലമ്പൂരിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും കസേരകൾ അടിച്ചു തകർക്കുകയുമായിരുന്നു. നിലമ്പൂർ DFO ഓഫീസിന് മുന്നിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കാണ് പ്രതിഷേധ ജാഥ നടത്തിയത്. ജാഥ തുടങ്ങുന്നതിന് മുമ്പായി PV അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ DFO ഓഫീസിലേക്ക് കയറി കസേരകൾ തകർത്തത്. തുടർന്ന് പ്രതിഷേധ ജാഥ ആശുപത്രിയിലേക്ക് നീങ്ങി. പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് DFO ഓഫീസിൽ കണ്ടതെന്ന് PV അൻവർ പറഞ്ഞു. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രവർത്തകരുടെ വികാരം നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട്. നമുക്ക് ചെയ്യരുതെന്ന് പറയാനല്ലേ പറ്റൂ. ഇത് ജനവികാരമാണ്. അത് സർക്കാർ മനസ്സിലാക്കണം. മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല. അവർ AC റൂമിൽ കിടന്നുറങ്ങിയാൽ മതിയോ? ഈ വിഷയത്തിൽ ഇടപെടണ്ടേ? ജനങ്ങൾ ഇനിയും റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. മനുഷ്യജീവന് തെരുവിലെ പട്ടിയുടെ വില പോലും സർക്കാർ കൽപ്പിക്കുന്നില്ലെന്ന് നേരത്തെ മാധ്യമങ്ങളോട് PV അൻവർ പ്രതികരിച്ചിരുന്നു. ഇത് സർക്കാർ നടത്തുന്ന കൊലപാതകമാണ്. 9 ദിവസത്തിനിടെ 6 പേരെയാണ് കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നതെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂർ കരുളായി വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് കൊല്ലപ്പെട്ടത്. കാട്ടാന ആക്രമിച്ചപ്പോൾ മണിയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നുവെന്നും ഈ കുഞ്ഞ് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടതെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു. മണിയുടെ മകൻ മനുകൃഷ്ണയാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 6:45 കാട്ടാന ആക്രമണം ഉണ്ടായത്. കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു സംഭവം. മണിയെ കാട്ടാന ആക്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സ് പ്രായമുള്ള മകൻ തെറിച്ചു വീണു. കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് കുട്ടിയെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കാട്ടാന കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തുകയായിരുന്നു. മറ്റുള്ളവരെല്ലാം സുരക്ഷിതമായി കോളനിയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നതെങ്കിലും രാത്രി 8:10 കൂടെയുണ്ടായിരുന്നവർ തിരിച്ചെത്തിയപ്പോൾ മണിയുടെ വിവരം അറിഞ്ഞത്. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതും പ്രതിസന്ധിയായി. ഉടൻ തന്നെ സഹോദരൻ അയ്യപ്പൻ അപകട സ്ഥലത്തെത്തി മണിയെ ചുമന്നാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ 1.5 കിലോമീറ്റർ ദൂരത്തോളം ചുമക്കേണ്ടിയും വന്നു. വാഹന സൗകര്യമുള്ള സ്ഥലത്തെത്തിക്കാൻ വേണ്ടിയാണ് ചുമന്നു കൊണ്ടുവന്നത്. കണ്ണക്കയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ജീപ്പിൽ കാടിന് പുറത്തെത്തിച്ചു. ആശുപത്രിയിലേക്കുള്ള വഴിയാണ് മണി മരിച്ചത്. അതേസമയം നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് വനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു.